അപ്പോൾ ഇങ്ങനെയാ പോവല്ലേ? അതെ, ഞങ്ങളെല്ലാവരും അങ്ങനെ സ്പീഡ് ബോട്ടിൽ കയറി. എൻ്റെ മോനെ അടിപൊളിയായിരുന്നു. മിക്ക വീഡിയോസിലും വെള്ളം പേടിയാണെന്ന് പറഞ്ഞിട്ട് സ്പീഡ് ബോട്ടിൽ കയറിയത് എങ്ങനെയാണെന്നല്ലേ, വേറൊന്നുമല്ല, ആ ഇട്ടിരിക്കുന്ന ലൈഫ് ജാക്കറ്റിൻ്റെ ധൈര്യത്തിലാണ്. പിന്നെ ഈ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കണ്ടു നോക്കണേ. നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല ചില്ല് അങ്ങനെയുണ്ട്, തകർത്തില്ലേ? നല്ലൊരു അടിപൊളി സ്പീഡ് ബോട്ട് യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനാണ്. റോട്ടിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ ഷിക്കാര അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഊണാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച. ധൈര്യം അതല്ലേ എല്ലാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാനും എടുത്തു വീഡിയോസും ഫോട്ടോസും. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സൈഡായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ ഷിക്കാര യാത്ര ആരംഭിച്ചു. ചാരി ഇങ്ങനെ കിടന്ന് ആ കാറ്റൊക്കെ കൊണ്ട് നമ്മുടെ മുൻപിൽ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോകുന്നു. ആ ഒരു വേമ്പനാട്ട് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, അതുപോലെ ഞാൻ പറയുമ്പോഴും എത്ര ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് സത്യത്തിലേ എത്ര വീഡിയോസ് എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഓരോ ഹൗസ് ബോട്ടിനും ഓരോ ഭംഗിയാണ്. അടുത്ത തവണ വരുമ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിൽ കയറാമല്ലേ? ഇത്രയും അടുത്ത് കിടന്നിട്ടും ഇപ്പോഴാണല്ലോ ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട് കേട്ടോ. കായലിൻ്റെ അരികത്തായിട്ട് നമുക്ക് ഓരോ വീടുകൾ കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഓരോ വീടിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഓരോ വഞ്ചിയുമുണ്ട്. യാത്രക്കാരുമായിട്ട് ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് കാണാനുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും കയറണം കേട്ടോ. ഇത് കണ്ടില്ലേ? നമുക്ക് വീട്ടിൽ ബൈക്കും കാറൊക്കെ ഉള്ളതുപോലെ അവിടെ ഓരോ വീട്ടിലും ഒരു വഞ്ചി മസ്റ്റാണെന്നാണ് നമ്മുടെ ഷിക്കാരയിലെ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ അടിപൊളി കായൽ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓട്ടോയും പിടിച്ച് പോയത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലേക്കാണ്. വൈകുന്നേരമാണെങ്കിലും അത്യാവശ്യം നല്ല വെയിലിന് നല്ല ചൂടും ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ ലൈറ്റ് ഹൗസിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ തുറന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ പോയത് തിങ്കളാഴ്ചയാണ്. ബീച്ച് സൈഡിലെ പാർക്കിൽ ഞങ്ങളങ്ങനെ കുറച്ച് നേരം കപ്പലണ്ടിയൊക്കെ കഴിച്ച് ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ വേറെ എവിടെയും പോകാനായിട്ട് തോന്നിയില്ല. കാരണം ഞങ്ങൾ ആ ഒരു ഷിക്കാര റൈഡിൽ തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ആലപ്പുഴയിൽ നിന്നും നേരെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് നല്ല അടിപൊളി മാങ്ങയൊക്കെ പറിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു.